എനിക്ക് സി പി എമ്മിനോട് പറയേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ നിൽക്കരുത്. ഇന്ന് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ ഞാൻ വളരെ മോശമായിട്ട് കാണുന്ന ആളാണ്. അത് പാർട്ടി ഏത് പാർട്ടി തീരുമാനമെടുക്കുന്നത്? കേരളത്തിലെ എം.എൽ.എ ജനങ്ങൾക്ക് പിന്നെ എന്താണ് എം.എൽ.എക്കെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് സി പി എം എന്ന പാർട്ടിയല്ലേ? ഈ പറഞ്ഞ പിന്നെ പിണറായി വിജയൻ്റെ സർക്കാരല്ലേ? അത് അവർ തീരുമാനിക്കണം. എന്താ അവർ തീരുമാനിക്കുന്നത്? പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനം മാറ്റണോ തീരുമാനിക്കുന്ന കാര്യമല്ല. കേരളത്തിലെ എം.എൽ.എ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഇതുപോലെയുള്ള ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1, 2, 3 ഒന്നല്ല കേട്ടോ. ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടിവി തന്നെ 3 എണ്ണം കൊടുക്കും. ആ ആൾക്കാരുണ്ടല്ലോ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാനൊരു 3 എണ്ണം വേറെ ഇനി ഇരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു എം.എൽ.എനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ 3 എണ്ണം വന്നു. അഡീഷണൽ 3 എണ്ണം കൂടിയാണ് പറയുന്നത്. അപ്പം കേരളത്തിലെ എം.എൽ.എമാർ ഇതിനെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? എം.എൽ.എക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? സർക്കാരിന് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടിക്ക് ഇതിന് നടപടി സ്വീകരിക്കാൻ പറ്റും? എന്തിനാണ് എങ്ങനെ ഒരു എം.എൽ.എ? ഇനി 6 മാസം കൂടി ഇല്ല. എന്തിനാണ് എം.എൽ.എ ഇങ്ങനെ ഒരു എം.എൽ.എ? ആ പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. ഒരു കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഏകദേശം 10-40 എം.എൽ.എമാരുള്ള ഒരു പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ല.